ഒരു രോഗിക്ക് ഏറ്റവും സേഫായി ആ പർട്ടിക്കുലർ സർജറിയിൽ ഏതാണ് ആവശ്യം എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്, ഏത് തരം അനസ്തീഷ്യ കൊടുക്കണം എന്നുള്ളത്. സേഫ്റ്റിയാണ്. സേഫ്റ്റി ഈസ് ദ പ്രയോറിറ്റി. ഏറ്റവും സേഫായിട്ട് ആ രോഗിയെ ആ പ്രൊസീജിയറിൽ കൂടി കടന്നു പോകാൻ സഹായിക്കുക എന്നുള്ളതാണ് അനസ്തീഷ്യോളജിസ്റ്റ് ആ സമയത്തെ റോള്. ഹലോ, ഞാൻ ഡോക്ടർ വിനോദ്, സബൈൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് അനസ്തീഷ്യോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ അനസ്തീഷ്യയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അനസ്തീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മയക്ക് ഡോക്ടർ എന്നുള്ള ഒരു കോമൺ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുക. പക്ഷേ അതുതന്നെയാണോ? നമുക്കൊന്ന് ആലോചിക്കണം. അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ മയക്ക് മാത്രമല്ല, വേറെ സംതിങ് മോർ ടു ഇറ്റ്. നമ്മൾ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ആൾക്കാർ മയങ്ങുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ യു ഹാവ് ടു മേക്ക് ഷുവർ ആ അനസ്തീഷ്യ കൊടുത്ത് മയങ്ങുന്ന ആ ഒരു പീരീഡ് കംപ്ലീറ്റ് പേഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും സേഫായിട്ട് കണ്ടക്ട് ചെയ്ത് പോകണം. പൾസ്, BP, ബ്രീതിങ്, ഓക്സിജനേഷൻ എല്ലാം ആ പേഷ്യൻറ്റിന് എന്തെല്ലാമാണോ ആവശ്യമുള്ളത് അതെല്ലാം നമ്മൾ നോക്കി കൺട്രോൾ ചെയ്ത് പോകേണ്ട ഉത്തരവാദിത്വം അനസ്തറ്റിസ്റ്റിൻ്റെയാണ്. അതുകൂടാതെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫായിട്ട് മയക്കം വിട്ട് നോർമൽസിയിലേക്ക് എത്തുന്നത് വരെ അനസ്തറ്റിസ്റ്റിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഇത് കഴിഞ്ഞ് സർജറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ റിലീഫ് കൂടി അനസ്തറ്റിസ്റ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ മയക്ക് മാത്രമല്ല അനസ്തറ്റിസ്റ്റ് ചെയ്യുന്നത്. അനസ്തീഷ്യയിൽ 2-3 മെത്തേഡ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കുറച്ചൊക്കെ അറിയാമായിരിക്കും. ജനറൽ അനസ്തീഷ്യ ഉണ്ട്, അതായത് പൂർണ്ണമായും നമ്മൾ പരിസരമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കും, സറൗണ്ടിങ്ങുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, ടോട്ടലി അൺകോൺഷ്യസ് ആയിരിക്കും. അത് ജനറൽ അനസ്തീഷ്യ. അതുകൂടാതെ റീജിയണൽ ടെക്നിക്സ് എന്ന് പറയും. റീജിയണൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർജറി ആവശ്യമുള്ള ഭാഗം മാത്രം മരവിപ്പിച്ചിട്ട് ചെയ്യുന്ന ടെക്നിക്സ് ഉണ്ട്. ലൈക്ക് സ്പൈനൽ അനസ്തീഷ്യ, സിസേറിയനൊക്കെ കോമൺ ആയിട്ട് ചെയ്യുന്ന സ്പൈനൽ അനസ്തീഷ്യയാണ്. അതുപോലെ എപ്പിഡ്യൂറൽ അനസ്തീഷ്യയാണ്. അത് സ്പൈനൽ അനസ്തീഷ്യയുടെ ഒരു വേറൊരു മോഡിഫിക്കേഷനാണ്, വേറൊരു സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ടെക്നിക്കാണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ. പിന്നെ അതുകൂടാതെ നെർവ് ബ്ലോക്സ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കൈയുടെ മാത്രം അല്ലെങ്കിൽ ചെറിയ പ്രത്യേക ഭാഗങ്ങളിലേക്ക് വരുന്ന മേജർ ഞരമ്പുകളെ മാത്രം മരവിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന നെർവ് ബ്ലോക്സ്. ഇങ്ങനെ പല പല മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് അനസ്തറ്റിസ്റ്റിൻ്റെ ആകുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഒരു രോഗിക്ക് ഏറ്റവും സേഫായി ആ പർട്ടിക്കുലർ സർജറിയിൽ ഏതാണ് ആവശ്യം എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്, ഏത് തരം അനസ്തീഷ്യ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് ആദ്യം ഒരു പ്രീ അനസ്തറ്റിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ഉണ്ട്. പേഷ്യൻറ്റുമായിട്ട് നേരിട്ടൊന്ന് സംസാരിച്ച് രോഗിയുടെ ജനറൽ ഹെൽത്ത്, അയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹത്തിന് ഇതിന് കൂടെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അതായത് ഷുഗർ, പ്രഷർ, ശ്വാസം മുട്ടൽ, ആസ്മ, അങ്ങനെ കൂടെയുള്ള അസുഖങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കി രോഗിയുടെ സംശയങ്ങളും ഒക്കെ ഒന്ന് റിലീവ് ചെയ്ത് ഏത് തരം അനസ്തീഷ്യ ആയിരിക്കും അദ്ദേഹത്തിന് ഈ പറ്റിയ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. അതിനുശേഷം കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും എക്സ്റേ, ECG മുതലായ ബേസിക് ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് അഡ്വാൻസ്ഡ് മറ്റ് ഫിസിഷ്യൻസിൻ്റെയോ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് അങ്ങനെ അവരുടെ അഭിപ്രായം കൂടി തേടേണ്ട സാഹചര്യങ്ങളുണ്ടാകും. അതും കൂടെ കണക്കിലെടുത്താണ് അൾട്ടിമേറ്റായിട്ട് ഒരു കസ്റ്റമൈസ്ഡ് അനസ്തീഷ്യ പ്ലാനിലാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്. സേഫ്റ്റി ഈസ് ദ പ്രയോറിറ്റി. ഏറ്റവും സേഫായിട്ട് ആ രോഗിയെ ആ പ്രൊസീജിയറിൽ കൂടി കടന്നു പോകാൻ സഹായിക്കുക എന്നുള്ളതാണ് അനസ്തീഷ്യോളജിസ്റ്റ് ആ സമയത്തെ റോള്.